ഇനി ഈ സാഹചര്യത്തെ മറ്റു വിശ്വാസങ്ങളുമായി, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിശ്വാസവുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ക്രിസ്ത്യാനികൾക്ക് ആകെയുള്ളത് ഒരേ ഒരു ദൈവമാണ്. അതായത് ഇവർക്ക് 33 കോടി ദേവന്മാരുള്ളപ്പോൾ, ദേവീദേവന്മാരുള്ളപ്പോൾ, ക്രിസ്ത്യാനികൾക്ക് ആകെയുള്ളത് ഒരേ ഒരു ദൈവം, ഏകദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏകദൈവം. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആ ഒരു ദൈവം മാത്രമേ അവർക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ സമയമില്ലാത്തത്ര വലിയ വർക്കലോടാണ് ക്രിസ്ത്യാനികളുടെ ദൈവത്തിനുള്ളത്. ഇന്ത്യയിൽ മറ്റേതൊരു കാലത്തേക്കാളും കൂടുതലായി ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. എന്നിട്ടും ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ അപകടത്തിലാണ് എന്ന് ഞങ്ങളാരും പരാതിപ്പെടുന്നില്ല. കാരണം ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മതിയായവനാണ് എന്ന ഉറച്ച ബോധ്യം ക്രിസ്ത്യാനികൾക്കുണ്ട്. നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാലും, ഞങ്ങളുടെ ആരാധനാലയങ്ങൾ തീയിട്ട് നശിപ്പിച്ചാലും, ബുൾഡോസർ വെച്ച് തകർത്താലും, ഞങ്ങളെ തീ കൊളുത്തി കൊന്നാലും, അതല്ല ആൾക്കൂട്ട കൊലപാതകം നടത്തിയാലും ഞങ്ങളുടെ ദൈവം മാത്രം മതി ഞങ്ങൾക്ക് എന്നുള്ള അടിയുറച്ച ബോധ്യം ക്രിസ്ത്യാനികൾക്കുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ദേഹത്തെ മാത്രമേ കൊല്ലാൻ കഴിയൂ, ഞങ്ങളുടെ ദേഹിയെ തൊടാൻ കഴിയില്ല എന്ന് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ക്രിസ്ത്യാനി അപകടത്തിലാണെന്നോ, ക്രിസ്ത്യാനിറ്റി അപകടത്തിലാണെന്നോ, ക്രിസ്ത്യൻ പള്ളികൾ അപകടത്തിലാണെന്നോ പറഞ്ഞ് ഞങ്ങൾ പ്രചരണങ്ങളൊന്നും തന്നെ നടത്താത്തത്. ഈ ലോകത്തിലായാലും വരുവാനുള്ള ലോകത്തിലായാലും ഞങ്ങളുടെ രക്ഷകനായി ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഒരു ദൈവം, ഞങ്ങളെ കരുതുന്ന ഒരു ദൈവം. മനസ്സിലായോ? ക്ഷേത്രങ്ങൾക്ക് കാവലായി സംഘമുണ്ട് എന്ന് സംഖ്യകൾ പറയുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ പള്ളികൾക്ക് കാവൽ നിൽക്കാൻ ക്രിസ്ത്യാനികൾ ആയുധവും എടുത്ത് രാത്രി ഇറങ്ങാറില്ല. കാരണം തൻ്റെ ആലയം നോക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് അറിയാം എന്ന് ക്രിസ്ത്യാനി വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ്. എന്നാൽ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവങ്ങൾ വളരെ ദുർബലരാണ്. ആരെങ്കിലും വന്ന് കൊടിമരം പിഴുതു മാറ്റുമോ, ശ്രീകോവിൽ തകർക്കുമോ എന്ന് ഹിന്ദു ദൈവങ്ങൾ എപ്പോഴും ഭയന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് സംഖ്യകൾ പറയുന്നത്. ഇവിടെയാണ് സംഘപരിവാറിൻ്റെ ഹിന്ദു അപകടത്തിൽ, ഹിന്ദു ക്ഷേത്രങ്ങൾ അപകടത്തിൽ എന്ന മുദ്രാവാക്യത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസവും ഹൈന്ദവ വോട്ടർമാർ തിരിച്ചറിയേണ്ട ചതിയും ഒളിഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ മുദ്രാവാക്യത്തിലൂടെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അപമാനിക്കുന്നത് സ്വന്തം വിശ്വാസത്തെയും ദൈവങ്ങളെയുമാണ്. ഒന്നാമതായി അവർ തങ്ങളുടെ ദൈവങ്ങളുടെ ദൗർബല്യം സമ്മതിക്കുന്നു. 3 പേർക്ക് ഒരു ദൈവം എന്ന നിലയിൽ കാവലുണ്ടായിട്ടും ഹിന്ദു അപകടത്തിലാണെന്ന് പറഞ്ഞാൽ ആ 33 കോടി ദേവീദേവന്മാർക്ക് യാതൊരു ശക്തിയുമില്ലെന്ന് സംഘപരിവാർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണത്. മനസ്സിലായോ? രണ്ടാമതായി അവർ മറ്റു മതങ്ങളിലെ ദൈവത്തിൻ്റെ കരുത്ത് പരോക്ഷമായി അംഗീകരിക്കുന്നു. അതായത് തങ്ങളുടെ കോടിക്കണക്കിന് ദൈവങ്ങൾക്ക് നൽകാൻ കഴിയാത്ത സുരക്ഷയാണ് ക്രൈസ്തവരുടെ ഏകദൈവം ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുന്നത് എന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് ഈ വിലാപത്തിലൂടെ അവർ ചെയ്യുന്നത്. ഇത് ഹിന്ദു വിശ്വാസികൾക്ക് നാണക്കേടാണോ അതോ അഭിമാനമാണോ എന്ന് ഹിന്ദു വിശ്വാസികൾ തന്നെ ചിന്തിക്കണം. സത്യത്തിൽ ഹിന്ദു അപകടത്തിലാണോ? അല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്ക് മാത്രമാണ് അപകടത്തിൽ. ഹിന്ദു സമൂഹത്തെ എപ്പോഴും പേടിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ ഈ സംഘികൾക്ക് സംരക്ഷകരുടെ വേഷം കെട്ടി വോട്ട് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വോട്ട് നേടാൻ സാധിക്കുകയുള്ളൂ. ഭയമില്ലാത്ത ഒരു ഹിന്ദുവിനെ സംഘപരിവാറിന് ആവശ്യമില്ല. ഭയമുള്ള ഹിന്ദുക്കളെയാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ടാണ് 110 കോടിയിലധികം അംഗസംഖ്യയുള്ള രാജ്യത്തെ മുഴുവൻ അധികാരവും കൈയാളുന്ന ഒരു ഭൂരിപക്ഷ സമുദായത്തെ നോക്കി നിങ്ങൾ അപകടത്തിലാണ് എന്ന് ഈ സംഖ്യകൾ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ അവർ ഹിന്ദുവിനെ ശക്തനാക്കുകയല്ല, മറിച്ച് ദുർബലനും ഭീരുവുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണല്ലോ പ്രമാണം. ഒരുമാതിരി എല്ലാ മതത്തിലെയും മനുഷ്യർ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഹിന്ദു ദൈവങ്ങളെ നിലനിർത്തുന്നതും സംരക്ഷിക്കുന്നതും സംഘപരിവാറാണെന്നാണ് പുതിയ തിയറി. സർവശക്തരെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഈശ്വരനെ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ഒരു പാവം വാടകക്കാരനായി തരം താഴ്ത്തുന്നു എന്നതാണ് ഹിന്ദു അപകടത്തിൽ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഏറ്റവും വലിയ വിജയം.
ഹിന്ദുക്കളുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി ഹിന്ദു ദൈവങ്ങളെ ഇത്രത്തോളം അപമാനിക്കുന്ന മറ്റൊരു പ്രസ്ഥാനം ഇന്ത്യയിലില്ല. അതുപോലെ ഹിന്ദുക്കളെയും ഇത്രമാത്രം അപമാനിക്കുന്ന വേറൊരു കൂട്ടർ ഇന്ത്യയിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഹിന്ദു വിശ്വാസികളെ, ഇവരുടെ ഈ കോമഡികളൊക്കെ കേട്ടിട്ടും ഇനിയും നിങ്ങൾ ഹിന്ദു അപകടത്തിലാണ്, ഹിന്ദു ക്ഷേത്രങ്ങൾ അപകടത്തിലാണ് എന്ന പേടിയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. അടുത്ത തവണ അമ്പലത്തിൽ പോകുമ്പോൾ ശ്രീകോവിലിൻ്റെ നേരെ മുമ്പിൽ നിന്ന് സർവശക്തനാണെന്ന് നിങ്ങൾ കരുതുന്ന ആ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിയെ തൊഴുന്നതിന് മുമ്പ് അമ്പലത്തിന് പുറത്ത് കാക്കി ട്രൗസറും ഇട്ട് കാവൽ നിൽക്കുന്ന ആളെ നോക്കി ഒന്ന് സാഷ്ടാംഗം പ്രണമിക്കുന്നത് നന്നായിരിക്കും. കാരണം അയാളുടെ കയ്യിലെ ആ ഒരു കുറുവടിയുടെ കാവലില്ലായിരുന്നെങ്കിൽ ഭഗവാന്റെ ആ പ്രതിഷ്ഠ അവിടെ കാണില്ലായിരുന്നു എന്നാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത്. ഹിന്ദു അപകടത്തിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഹിന്ദു ക്ഷേത്രങ്ങൾ അപകടത്തിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് ഈ സംഖ്യകളാണ് ഇതിനെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നതെന്നാണ്. അതുകൊണ്ട് ആ ദേവീദേവന്മാരെ തൊഴുന്നതിന് മുമ്പേ ആദ്യം ഈ സംഖ്യകളെ നിങ്ങൾ തൊഴണം. കേട്ടാ? കാലങ്ങളായി തുടരുന്ന ഈ രാഷ്ട്രീയ നാടകത്തിൻ്റെ പൊള്ളത്തരം ഇനിയെങ്കിലും എൻ്റെ ഹിന്ദു സുഹൃത്തുക്കളെ നിങ്ങൾ തിരിച്ചറിയണം. കോടിക്കണക്കിന് മനുഷ്യർക്ക് അഭയമേകുന്നതായി, പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതായി നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ്. അല്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം മതം പറയുന്ന കുറച്ച് രാഷ്ട്രീയക്കാരുടെയോ അവരുടെ കുറുവടികളുടെയോ കാവലിൽ ജീവിക്കേണ്ട ഗതികേടുള്ളവരല്ല ആ ദൈവങ്ങളെന്ന് നിങ്ങൾ മറക്കാതിരിക്കുക. യഥാർത്ഥ ഭക്തി എന്നത് ഭയമല്ല, അത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. അതുകൊണ്ട് നാളെ നിങ്ങളുടെ അടുക്കൽ വന്ന ആരെങ്കിലും ഹിന്ദു അപകടത്തിലാണ്, ഹിന്ദു ക്ഷേത്രങ്ങൾ അപകടത്തിലാണ് എന്ന് മുദ്രാവാക്യം മുഴക്കുന്നത് കേട്ടാൽ, ഏതെങ്കിലും സംഖ്യകൾ അങ്ങനെ മുദ്രാവാക്യം മുഴക്കുന്നത് കേട്ടാൽ, അവർ പറയുന്നത് കേട്ട് ഭയന്ന് അവർക്ക് വോട്ട് കുത്തുന്നതിന് പകരം ആ അപകടത്തിൽപ്പെട്ട ഹിന്ദുവിനെ രക്ഷിക്കാൻ, ഹിന്ദു ക്ഷേത്രങ്ങളെ രക്ഷിക്കാൻ നമ്മൾ സംഖ്യകളെ അധികാരത്തിലേറ്റാമെന്ന് പറഞ്ഞ് അവർക്ക് വോട്ട് കുത്തുന്നതിന് പകരം നിങ്ങൾ അവരുടെ കണ്ണിൽ നോക്കി ധൈര്യമായി മുഖാമുഖം നിന്ന് ധൈര്യമായിട്ട് ചോദിക്കണം, എടേ നിങ്ങൾ ഈ പറയുന്ന അത്രയ്ക്കും ഗതിയില്ലാത്തവരാണോ ഞങ്ങളുടെ ദൈവങ്ങൾ? നിങ്ങളുടെയൊക്കെ കാവലില്ലെങ്കിൽ തകർന്നു പോകുന്നതാണോ ഈ സനാതനധർമ്മം? കേവലം 4 വോട്ടിനും കുറച്ച് രാഷ്ട്രീയ അധികാരത്തിനും വേണ്ടി ലോകത്തിൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങളെയും ഞങ്ങളുടെ ദൈവങ്ങളെയും ഇങ്ങനെ നിരന്തരം അപമാനിക്കാൻ, ഇങ്ങനെ വില കുറച്ച് കാണിക്കാൻ നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് തന്നത് എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു തുടങ്ങുക തന്നെ വേണം. കാരണം ഹിന്ദുക്കളോ ഹിന്ദു ദൈവങ്ങളോ അല്ല ഇവിടെ അപകടത്തിൽ. ഈ ദൈവങ്ങളെ വരെ പേടിപ്പിച്ച് മതം വിറ്റ് വോട്ട് തിന്നുന്നവരുടെ ഗതികെട്ട രാഷ്ട്രീയം മാത്രമാണ് ഇവിടെ അപകടത്തിലുള്ളത്. മനസ്സിലായോ? ഹിന്ദുക്കളൊക്കെ ഈ സത്യം തിരിച്ചറിഞ്ഞാൽ അപകടത്തിലാകാൻ പോകുന്നത് ഇവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവിയാണ്. ഈ സത്യം ഇനിയെങ്കിലും എൻ്റെ ഹിന്ദു സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രതികരിക്കുക. അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങളാണ് അപമാനിതരായി കൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്.